दुर्वचन दोहे। दोहे का आशय। ऐसी वाणी बोलिए मन का आपा कोई, अपना तन शीतल करे औरन को सुख होई। कबीरदास कहता है कि हमें ऐसी बातें करनी चाहिए जो मन के अहंकार को दूर करे, जिससे सुनने वाले दूसरों को भी सुख मिले। इसका मतलब यही है कि हमारे मन में अहंकार की भावना नहीं होनी चाहिए। मधुर वाणी से अपना मन शांत होता है, सुनने वाला भी प्रसन्न हो जाते हैं। കബീർ പറയുന്നത്, നാം നമ്മുടെ മനസ്സിലെ അഹങ്കാരമില്ലാവുന്ന തരത്തിലുള്ള സംസാരിക്കുക, കേൾക്കുന്നവർക്ക് സുഖമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുക. മധുരമായ വാക്കുകൾ കൊണ്ട് സംസാരിച്ചാൽ തൻ്റെ മനസ്സ് ശാന്തമാവുകയും കേൾവിക്കാർക്ക് സുഖം ലഭിക്കുകയും നല്ല വാക്കുകൾ മാത്രം പറയുക. साधु ऐसा चाहिए जैसे सूप सुबाई सार सार को गही रहे तोता दे उड़ाई। कबीरदास का कहना है कि एक साधु सूप की तरह हो। सूप अनाज को छानकर अलग कर देता है और भूसी को उड़ा देता है। साधु लोग सार्थक और महत्वपूर्ण बातों को ही ग्रहण करते हैं, बेकार और निरर्थक बातों को त्याग कर देते हैं. കബീർദാസ് പറയുന്നത്, ഒരു സന്യാസി മുറം പോലെ ആയിരിക്കണമെന്നാണ്. മുറം പതിരിനെ കളഞ്ഞ് ധാന്യത്തെ നമുക്ക് വേർതിരിച്ചു തരുന്നു. സന്യാസിമാർ അർത്ഥപൂർണമായതും മഹത്തമായ കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വ്യർത്ഥമായതും അർത്ഥശൂന്യമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നു. वाणी से तन मन को शांति किया जा सकता है. क्या आप इस कथन से सहमत है? क्यों വാക്കുകൾ കൊണ്ട് മനസ്സും ശരീരവും ശാന്തമാക്കാൻ സാധിക്കും? താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? सहमत हूँ, क्योंकि वाणी की शक्ति और प्रभाव अनुपम है. मीठी वाणी से मन को शांति मिलती है. मन शांत है तो शरीर भी स्वस्थ हो जाता है. मधुर वाणी से व्यक्तिगत लाभ भी हो सकता है. मधुर वाणी से समाज में भी प्रेम की भावना बढ़ जाती है. യോജിക്കുന്നു. കാരണം വാക്കിൻ്റെ ശക്തിയും പ്രഭാവവും അനുപമമാണ്. മനോഹരമായ വാക്കുകൾ പറയുമ്പോൾ മനസ്സുഖം ലഭിക്കുന്നു. മനസ്സ് ശാന്തമെങ്കിൽ ശരീരത്തിനു സുഖം ലഭിക്കും. മധുരമായ സംസാരം കൊണ്ട് വ്യക്തിപരമായ ലാഭമുണ്ടാകുന്നു. കൂടുതൽ സമൂഹത്തിൽ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഔരോं को हम कैसा सुख दिला सकते हैं? മറ്റുള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് സുഖം പകർന്നു നൽകുന്നത്? दूसरों को खुश करने के लिए हमें मधुर वाणी का प्रयोग करना चाहिए. हमारी मीठी वाणी से सुनने वाले के मन में भी शांति मिलती है. प्रेम की भावना बढ़ जाती है. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് നാം നല്ല മധുരമായ വാക്കുകൾ ഉപയോഗിക്കണം. നമുക്ക് നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ കേൾവിക്കാരൻ്റെ മനസ്സ് ശാന്തമാവുന്നു. സ്നേഹം എന്ന വികാരം വർദ്ധിക്കുന്നു. इन पंक्तियों में कवि क्या संदेश देना चाहते हैं? ഈ വരികളിൽ കൂടി കവി എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത്? हमें दूसरों से सदा ऐसी भाषा बोलनी चाहिए जिससे सुनने वाले को अच्छा लगे और बोलने को कभी सुख की अनुभूति प्राप्त हो. നമ്മൾ മറ്റുള്ളവരോട് എല്ലായ്പ്പോഴും നല്ല ഭാഷയിൽ സംസാരിക്കണം. കേൾക്കുന്നവന് സുഖാനുഭൂതി ലഭ്യമാവണം. പറയുന്നവന് മനസ്സുഖം ലഭിക്കണം.